Good morning all. ഇന്ന് നമ്മൾ പ്ലാനർ ഗ്രാഫ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ചാപ്റ്റർ 9. പ്ലാനർ ഗ്രാഫ്സ് നമുക്ക് ഫെമിലിയർ ആണ്, കാരണം നമ്മൾ ഫസ്റ്റ് സെമ്മിലും അത്യാവശ്യം പ്ലാനാരിറ്റി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അതിനൊരു ഡെഫിനേഷൻ നോക്കാം. എന്താണ് പ്ലാനർ ഗ്രാഫ്, എന്താണ് പ്ലാനാരിറ്റി? എ ഗ്രാഫ് is said to be embeddable in the plane or planar if it can be drawn in the plane so that its edges intersect only at their ends. അതായത് ഒരു ഗ്രാഫ് പ്ലാനർ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ എഡ്ജസ് ആകെ വെർട്ടിസസിൽ മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്യുള്ളൂ, വേറൊരു എഡ്ജുമായിട്ട് അത് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. എങ്കിൽ ആ ഗ്രാഫിനെ നമ്മൾ പ്ലാനർ ഗ്രാഫ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് ദെയർ എക്സിസ്റ്റൻറ്റ് ഡ്രോയിങ് ഓഫ് ജി ഇൻ ദ പ്ലെയിൻ ഇൻ വിച്ച് നോ എഡ്ജസ് ഇൻ്റർസെക്റ്റ് ഇൻ എ പോയിന്റ് അതർ ദാൻ എ വെർട്ടിസ് ഓഫ് ജി. Okay, for example, K4. When we are drawing as this first figure, we cannot say that K4 is planar, but this K4 can be transformed like this to the next image. That is, then this graph becomes planar. Therefore, K4 is a planar graph. Similarly, the figure A seems to be non-planar, but it can be redrawn like this as the figure B. Then it is a planar embedding of this graph, and each edges of this planar graph are Jordan curve or simple curve. Jordan curve or simple curve. Jordan curve എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് എന്താണ് ജോർദൻ കർവ് എന്നൊക്കെ. എന്നാലും ജോർദൻ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് നോൺ സെൽഫ് ഇൻ്റർസെക്റ്റിംഗ് കർവ് ഹൂസ് ഒറിജിൻ ആൻഡ് ടെർമിനസ് കോയിൻസൈഡ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വേറെ എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത ഒരു കർവാണ് വിറ്റ്സ് ഒറിജിൻ ആൻഡ് ടെർമിനസ് കോയിൻസൈഡ്. ഒറിജിൻ വെർട്ടിസും ടെർമിനൽ വെർട്ടിസും കോയിൻസൈഡ് ചെയ്യുന്ന ഇതിനെ നമ്മൾ ജോർദൻ കർവ് എന്ന് പറയും. എല്ലാ പ്ലാനോഗ്രാഫിലെ എല്ലാ കേഴ്സും എല്ലാ എഡ്ജസും അതുകൊണ്ട് പ്ലാനറാണ്. Such a drawing of a planar graph G is called planar embedding of G, and a planar embedding of a planar graph is called a plane graph. ഒരു planar embedding of a planar graph അതിനെയാണ് നമ്മൾ പ്ലെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ജോർദൻ കർവിൻ്റെ കാര്യം പറഞ്ഞു, വിച്ച് ഇസ് എ കണ്ടിന്യൂസ് നോൺ സെൽഫ് ഇൻ്റർസെക്റ്റിംഗ് കർവ് ഹൂസ് ഒറിജിൻ ആൻഡ് ടെർമിനസ് കോയിൻസൈഡ്. ഈ ജോർദൻ കർവ് കൊണ്ട് പ്ലെയിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് the plane is partitioned into two disjoint open sides called interior J and exterior J. Interior, അതായത് ഈ ജോർദൻ കർവിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ ഇൻറ്റീരിയർ J എന്നും ജോർദൻ കർവിൻ്റെ ഔട്ടർ പോർഷനെ എക്സ്റ്റീരിയർ J എന്നും നമ്മൾ പറയും. Hence we have important theorem, Jordan curve theorem. Jordan curve theorem states that any line joining a point in interior J to a point in exterior J must meet J in some point. അതായത് ഇതാണ് ജോർദൻ കർവ് J എന്ന് വിചാരിക്കുക. ഇത് ഇൻറ്റീരിയർ J എന്നും ഇത് എക്സ്റ്റീരിയർ J എന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എങ്കിൽ എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇൻറ്റീരിയർ Jയിലും വൈ എന്ന് പറഞ്ഞൊരു പോയിന്റ് എക്സ്റ്റീരിയർ Jയിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ ഇഫ് യു ആർ കണക്റ്റിംഗ് ബോത്ത് വിത്ത് ആൻ എഡ്ജ് ദെൻ ഇറ്റ് മീറ്റ് ദ ജോർദൻ കർവ് J അറ്റ് സം പോയിന്റ്. ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും ആ എഡ്ജ് മീറ്റ് ചെയ്തിരിക്കും. അതായത് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറുമായിട്ട് രണ്ട് പോയിന്റ്സിൽ തമ്മിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിരിക്കും ജോർദൻ കർവിൻ്റെ. Okay, next we have a important theorem 9.1, that is K5 is non-planar. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ കണ്ടിട്ടുള്ള സെയിം തിയറമാണ്. K5 is non-planar. ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് കോൺട്രാക്ഷൻ മെത്തേഡിലാണ്. ഫോർ ദാറ്റ് let us assume K5 is a planar graph. If possible, let G be a plane graph corresponding to K5. G എന്ന് പറഞ്ഞൊരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യണം കറസ്പോണ്ടിങ് ടു ദിസ് K5. ഡിനോട്ട് ദ വെർട്ടിസസ് ബൈ V1, V2, V3, V4, V5. Since G is complete and any two of its vertices are joined by an edge. കംപ്ലീറ്റ് ആയതുകൊണ്ട് ഏത് രണ്ട് വെർട്ടിസ് എടുത്താലും അതൊരു എഡ്ജ് വെച്ച് ജോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിലൊരു സൈക്കിളിനെ കൺസിഡർ ചെയ്യുകയാണ്. Now the cycle C V1, V2, V3, V1 is a Jordan curve in the plane. Jordan curve in the plane. Okay, that is
ഇതാണ് നമ്മൾ കൺസിഡർ സൈക്കിൾ V1 V2 V3 V4. ഈ സൈക്കിളിൽ V4 ഒന്നെങ്കിൽ ഇൻറ്റീരിയർ ആയിട്ട് വരാം അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആയിട്ട് വരാം. ലെറ്റ് us assume V4 belongs to interior of this cycle. Interior of this cycle ആണെന്ന് വിചാരിക്കുക. എങ്കിൽ നമുക്ക് V1 നിന്ന് V4ലേക്ക്, V2 നിന്ന് V4ലേക്ക്, V4ൽ നിന്ന് V3ലേക്ക് എഡ്ജസ് ഉണ്ടായിരിക്കും. K4 കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഈ G എന്ന് പറഞ്ഞ ഗ്രാഫ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് എന്തായാലും നമുക്ക് എഡ്ജസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ V5 എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടക്സും കൂടി ഉണ്ട്. ഈ വെർട്ടക്സ് ഒന്നെങ്കിൽ ഇൻറ്റീരിയർ ആയിട്ട് വരാം അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആയിട്ട് വരാം. ഈ V4 എന്ന് പറഞ്ഞ വെർട്ടക്സ് ഈ ഇൻറ്റീരിയർ പോർഷനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി ഇൻറ്റീരിയർ C1, this be interior C2, and this is be interior C3, and it is exterior C. 3 റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇൻറ്റീരിയർ C1, ഇൻറ്റീരിയർ C2, ഇൻറ്റീരിയർ C3, ആൻഡ് നമുക്ക് എക്സ്റ്റീരിയർ C ഉണ്ട്. അപ്പോൾ consider C1 as V1, V2, V4, V1, C2 as V1, V3, V4, V1, and C3 as V2, V3, V4, V2. ഓക്കെ, അപ്പോൾ V5 മസ്റ്റ്, V5 എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടക്സ് ഉണ്ടെങ്കിൽ എങ്ങനെയായാലും ഈ 4 റീജിയൻസിൽ എവിടെയാണ് വരേണ്ടത്. ഓക്കെ, ലെറ്റ് us assume V5 belongs to exterior C. എക്സ്റ്റീരിയർ സിയിലാണ് V5 ഉള്ളതെന്ന് വിചാരിക്കുക. V5 എക്സ്റ്റീരിയർ സെയിലാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. സിൻസ് V4 ഇൻറ്റീരിയർ C1ലും V5 എക്സ്റ്റീരിയർ C1ലും ആണെങ്കിൽ നമുക്ക് ഒരു എഡ്ജ് ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ. ഒരു എഡ്ജ് ജോയിൻ ചെയ്യുമ്പോൾ ബൈ ജോർദൻ കർവ് തിയറം. എന്താണ് ജോർദൻ കർവ് തിയറം പറയുന്നത്? ഒരു കർവിൻ്റെ എക്സ്റ്റീരിയർ ആയിട്ടുള്ളൊരു പോയിൻറ്റും ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് ഈ കർവിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻറ്റെങ്കിലുമായിട്ട് മീറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ, എഡ്ജ് ജോയിൻ ചെയ്തപ്പോൾ ഈ ഒരു പോയിൻറ്റിൽ മീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ദ K5 ഈസ് പ്ലാനാർ. K5 പ്ലാനാർ എന്ന് പറഞ്ഞതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. സിമിലർലി ഇഫ് ഈ V5 ഈ C1ൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. അതുപോലെ C2ലാണെങ്കിലും C3ലാണെങ്കിലും സിമിലർലി വി ക്യാൻ ഷോ ഫോർ ദിസ് other three regions also. Hence our argument is wrong that K5 is planar, hence it is non-planar. അപ്പോൾ K5 നമുക്ക് നോൺ പ്ലാനർ എന്ന് കിട്ടി. സിമിലർലി വി ക്യാൻ ഷോ ദാറ്റ് K33 ഈസ് നോൺ പ്ലാനർ. K33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബൈപാർട്ടിറ്റേറ്റ് കംപ്ലീറ്റ് ബൈപാർട്ടിറ്റേറ്റ് ഗ്രാഫ്. അപ്പോൾ K33 നോൺ പ്ലാനർ ആക്കണമെന്നും ഇത് സെയിം വഴിയിലാണ്. ഇറ്റ് ഈസ് ദ മെത്തേഡ് ബൈ കോൺട്രഡിക്ഷൻ. Let we denote the vertices U equal to U1, U2, U3 and V1, V2, V3. Consider a cycle U1, V1, U2, V2, U3, V3 and U1. അപ്പോൾ C എന്ന് പറഞ്ഞത് ക്ലോസ്ഡ് ജോർദൻ കർവ് ആണ്. ഇറ്റ് ഡിവൈഡ്സ് ദ പ്ലെയിൻ ഇൻ ടു 2 റീജിയൻസ്, ഇൻറ്റീരിയർ C1 ആൻഡ് എക്സ്റ്റീരിയർ C1. അതായത് ഇൻറ്റീരിയർ C1ഉം എക്സ്റ്റീരിയർ C1ഉം. ഇത് ഇൻറ്റീരിയർ C, ഇത് ഇൻറ്റീരിയർ Cയും ഇത് എക്സ്റ്റീരിയർ Cയും. ഓക്കെ, എക്സ്റ്റീരിയർ C നമുക്ക് 2 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ലെറ്റ് വി ടൈപ്പ് V1, V2 in interior C. Sorry, U1, V2. It's not V1, it's U1, V2. U1, V2 ഇൻറ്റീരിയർ സിയിലെ എഡ്ജ് ആണ് എങ്കിൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. നമുക്ക് 2 എഡ്ജസ് കൂടി വരയ്ക്കണം. ഇത് കംപ്ലീറ്റ് ആണെങ്കിൽ
കംപ്ലീറ്റ് ആണെന്നാണ് തന്നിരിക്കുന്നത്. സോ 2 എഡ്ജസും കൂടി വരയ്ക്കണം. ദാറ്റ് ഈസ് u2v3 ആൻഡ് u3v1. u1v2 നമ്മൾ ഇൻറ്റീരിയർ വരച്ചുകൊണ്ട് ഈ 2 എഡ്ജസും ഈ 2 എഡ്ജസിനും പിന്നെ ഇൻറ്റീരിയർ ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ എക്സ്റ്റീരിയർ ആയിട്ടൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം v3 u2v3നെ ഒന്ന് എക്സ്റ്റീരിയർ ആയിട്ട് വരച്ചു. ഓക്കെ, ദെൻ u3v1നെയും കൂടെ എക്സ്റ്റീരിയർ ആയിട്ട് വരയ്ക്കുമ്പോൾ if we are drawing u3v1 as an exterior, we get a contradiction that it meets at some point not on the vertex. വെർട്ടക്സിൽ ഇല്ലാത്ത വേറൊരു പോയിന്റ്, അതായത് ഈ ഒരു പോയിന്റിൽ അത് മീറ്റ് ചെയ്തു. ഹെൻസ് ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ ആണ്. അത് വേറൊരു പോയിന്റ്, വെർട്ടിസസ് അല്ലാത്ത വേറൊരു പോയിന്റിൽ മീറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് K33 ഈസ് നോൺ പ്ലാനർ. ഇപ്പോൾ നമ്മൾ K5 നോൺ പ്ലാനർ ആണെന്നും കണ്ടു, K33 നോൺ പ്ലാനർ ആണെന്നും കണ്ടു. ആൻഡ് ദീസ് 2 graphs K5 and K33 are termed as Kuratowski's graphs. Both are regular graphs, and K5 is a non-planar graph with the smallest number of vertices. ഏറ്റവും കുറവ് വെർട്ടിസസ് ഉള്ള നോൺ പ്ലാനർ ഗ്രാഫാണ് K5. അതായത് ഇഫ് യു ഡിലീറ്റ് 1 വെർട്ടക്സ് ഇറ്റ് ബിക്കംസ് പ്ലാനർ. ഒരു വെർട്ടക്സ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് പ്ലാനർ ആയിരിക്കും. അതുപോലെ തന്നെ K33 ഈസ് എ നോൺ പ്ലാനർ ഗ്രാഫ് വിത്ത് സ്മോളസ്റ്റ് നമ്പർ ഓഫ് എഡ്ജസ്. ഏറ്റവും കുറവ് എഡ്ജസ് ഉള്ള ഒരു നോൺ പ്ലാനർ ഗ്രാഫാണ് K33. ഇതിൽ നിന്ന് ഒരു എഡ്ജ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് പ്ലാനറായിട്ട് മാറും. ഓക്കെ, ഇത്ര നേരം നമ്മൾ സംസാരിച്ചിരുന്നു. ഓക്കെ, എ ഗ്രാഫ് എംബഡഡ് ഓൺ എ പ്ലെയിൻ ആയിരുന്നു. ഇനി നമ്മളൊന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ എംബഡഡ് ഓൺ എ സർഫസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എ ഗ്രാഫ് G is said to be embeddable on a surface S if it can be drawn in S so that its edges intersect only at their ends. Such a drawing, if one exists, is called the embedding of G on S. നമ്മൾ പ്ലെയിനിൽ പറഞ്ഞ പോലെ തന്നെ എഡ്ജസ് അതിൻ്റെ എൻസിലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നോട്ട് ആൻ എംബഡിങ് ഓഫ് G ആയിരിക്കും. എംബഡിങ് ആണെങ്കിൽ അതിൻ്റെ എംബഡിങ് ഓഫ് ഓൺ എ സർഫസ് എസ് ആവണമെങ്കിൽ അതിൻ്റെ എഡ്ജസ് അതിൻ്റെ എൻസിൽ മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ആസ് വി ടോക്ക്ഡ് ഇൻ ദ കേസ് ഓഫ് പ്ലെയിൻ. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൻ എംബഡിങ് ഓഫ് K5 ഓൺ ടോറസ്. ടോറസിലുള്ള ഒരു എംബഡിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ടോറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ് ടോറസ്. ഇതിൽ K5നെ എംബഡ് ചെയ്യുമ്പോൾ എംബഡ് ചെയ്തേക്കുന്ന എക്സാമ്പിളാണ് അവിടെ കണ്ടത്. അത് എംബഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് K5 ഈ ടോറസിൻ്റെ എംബഡ് ചെയ്യുന്നതാണ്. Okay, and if this is cut here we get like a cylinder or cylinder പോലെ കിട്ടും. that is like a rectangle which is an oriented rectangle. ഒരു oriented rectangle ആയിരിക്കും. ഡയറക്ഷൻസ് ഉള്ളൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ഇതിൽ K5 നമ്മളിവിടെ ഓറിയൻ്റ് അനുസരിച്ച് ഈ പ്ലെയിനിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കാം. നമുക്ക് ഈ സർഫസിൽ നമ്മളൊരു പ്ലെയിനാക്കി ചെറിയൊരു പ്ലെയിൻ പോലെ കൺസിഡർ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം.
ഇങ്ങനെയായി മാറി. ഇതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഒരു ടോറസ്, അതായത് എംബഡിങ് ഓഫ് K5 ആണ് ടോറസ്. ഈ ടോറസുമേ ഒരു K5, ഒരു കംപ്ലീറ്റ് K5നെ എംബഡ് ചെയ്തിരിക്കുന്ന ഫിഗറാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തൊരു പ്ലെയിനിലേക്ക് മാറ്റുമ്പോൾ വരുന്ന ഇതാണ്. സിമിലർലി ആൻ എംബഡിങ് ഓഫ് K33 ഓൺ ദ മോബിയസ് ബാൻഡ്. മോബിയസ് ബാൻഡുമേ K33നെ എംബഡ് ചെയ്തിരിക്കുന്ന ഫിഗറാണ് അടുത്തത്, ബി ഫിഗറായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എ പ്ലാനർ ഗ്രാഫ്സ് ആൻഡ് ഗ്രാഫ്സ് എംബഡബിൾ ഓൺ എ സ്ഫിയർ ആർ വൺ ആൻഡ് ദി സെയിം. പ്ലാനർ ഗ്രാഫും ഗ്രാഫ്സ് ഒരു സ്പിയർമേ എംബഡ് ചെയ്തിരിക്കുന്നതും സെയിം ആണ്. ഇത് നമ്മൾ കാണിക്കുന്നത് ഒരു പ്രൊജക്ഷൻ, സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ മാപ്പിങ്ങിലാണ്. നമ്മൾ കോംപ്ലക്സ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന്. ദാറ്റ് ഈസ് കൺസിഡർ എ സ്പിയർ റെസ്റ്റിംഗ് ഓൺ എ പ്ലെയിൻ. ഒരു സ്പിയർ ഒരു പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഡിനോട്ട് ദ സെഡ്. സെഡ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ നോർത്ത് പോൾ. ദാറ്റ് ഈസ് ഡയമെട്രിക്കലി, ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് എസ്, ദാറ്റ് ഈസ് ഡയഗണലി ഓപ്പോസിറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് എസ്. ഈ പ്ലെയിനുമായിട്ട് സ്പിയർ കോണ്ടാക്ട് ചെയ്തേക്കുന്ന പോയിന്റിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റാണ് സെഡ്. Okay, then the mapping pi from S minus Z to P defined by pi of S equal to P if and only if the points Z, S and P are collinear is called the stereographic projection. അതായത് ഈ പോയിന്റ് നമ്മൾ പറഞ്ഞു സെഡ്, ആൻഡ് ലെറ്റ് ദ പോയിന്റ് ഓൺ ദി പി ബി പ്ലെയിൻ ബി പി, ആൻഡ് ഈ പോയിന്റ് നമ്മൾ ഈ സ്പിയറുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റാണ് എസ്. അങ്ങനെയാണെങ്കിൽ സെഡും എസും പിയും ഒരേ ലൈനിൽ വരുന്നതിനാണ് കൊളീനിയർ എന്ന് പറയുന്നത്. അങ്ങനത്തെ പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസിലെ പോയിന്റ്സിനെ ഒരു സ്പിയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അതുപോലെ ആ സ്പിയറിലെ എല്ലാ പോയിന്റ്സിനെയും നമ്മൾ ഒരു പ്ലെയിനിലേക്കും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. Next we have theorem 9.2. A graph G is embeddable in a plane if and only if it is embeddable on a surface. അതായത് ഒരു പ്ലെയിനിൽ എംബഡബിൾ ആയ സർഫസ് എന്ന് പറയണമെങ്കിൽ അത് എംബഡബിൾ ഓൺ എ സ്പിയറുമായിരിക്കണം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. To show this, we can make so the mapping known as stereographic projection. Consider a sphere as resting on the plane P and denote by n the point of S that is diagonally opposite the point of contact of S and P. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പിയർ ഒരു പ്ലെയിൻ വെച്ചേക്കാണ്. അതിൻ്റെ ഡയഗണലി ഈ പ്ലെയിനും സ്പിയറുമായി ടച്ച് ചെയ്തേക്കുന്ന പോയിന്റിന് ഡയഗണലി ഓപ്പോസിറ്റുള്ള പോയിന്റാണ് എൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ any point P on P can be projected uniquely onto S at S by making points N, P and S are collinear. അതായത് ഈ പ്ലെയിനിൽ ഏത് പോയിന്റ് ഒരു പി എന്ന് പറഞ്ഞ പോയിന്റിനെയും നമുക്ക് എസിലേക്ക് ഈ സ്പിയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. സച്ച് ദാറ്റ് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ പിയും എസും ഈ എൻ എന്ന് പറഞ്ഞ പോയിന്റും ഷുഡ് ബി ഇൻ എ സ്ട്രേറ്റ് ലൈൻ, ഒരു സിംഗിൾ ലൈനുമായിരിക്കണം ഈ മൂന്ന് പോയിന്റ്. അങ്ങനെയാണ് നമ്മൾ ഈ പ്രൊജക്ഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻ, S and P must be collinear. Okay, in this way any graph embedded in the plane P can be projected onto S. ഇതുപോലെ ഏതൊരു പോയിന്റ്സിനും എല്ലാ പോയിന്റ്സിനെയും നമുക്ക് ഏതൊരു ഗ്രാഫിൻ്റെ എല്ലാ പോയിന്റ്സിനെയും നമുക്ക് ഈ സ്പിയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം ഈ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ വെച്ചിട്ട്. സിമിലർലി വി ക്യാൻ ഡു ദി കോൺവേഴ്സ്. ഈ സ്പിയറിനകത്ത് ഏതൊരു പോയിന്റ്സിനെയും സ്പിയറിലെ ഏതൊരു പോയിന്റ്സിനെയും നമുക്ക് ഈ പ്ലെയിനിലേക്കും പ്രൊജക്റ്റ് ചെയ്യാം. Conversely, we can project any graph embedded in S onto P, choosing as not to lie on any vertex or edge of the graph. Hence, a graph G is embeddable in a plane if and only if it is embeddable on the sphere.